താരപ്രേക്ഷകരുടെ പ്രിയങ്കരരായ ജയറാമിന്റെയും പാർവതിയുടെയും പ്രണയകഥ ഒരു സിനിമയെ വെല്ലുന്ന മനോഹരമായൊരു അനുഭവമാണ്. സിനിമയിൽ എത്തുന്നതിന് മുൻപേ തുടങ്ങിയ ഈ പ്രണയം പല പ്രതിസന്ധികളെയും തരണം ചെയ്താണ് വിവാഹത്തിലെത്തിയത്. ജയറാം പല അഭിമുഖങ്ങളിലും തങ്ങളുടെ പ്രണയകാലത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട്. അതിൽ പാർവതിയുടെ അമ്മ അറിയാതെ നടത്തിയ പ്രണയശ്രമങ്ങളും അതിന് സഹായിച്ച സിനിമാ സുഹൃത്തുക്കളും നിറഞ്ഞ ആ കഥ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ശുഭയാത്ര എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പാർവതിയുടെ അമ്മ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അറിയുന്നത്. അതുവരെ രഹസ്യമായി കൊണ്ടു നടന്ന ആ പ്രണയം തുറന്നു കാട്ടപ്പെട്ടതോടെ അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളെയായിരുന്നു. സിനിമ പൂർത്തിയാക്കാൻ പാർവതിയെ അനുവദിച്ചെങ്കിലും ഷൂട്ട് കഴിഞ്ഞാൽ ജയറാമിന്റെ കണ്ണിൽ പോലും പെടാൻ പാടില്ലെന്നായിരുന്നു അമ്മയുടെ കർശനമായ നിർദ്ദേശം. ഈ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും പ്രണയിക്കുന്നവർക്ക് പരസ്പരം കാണാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തത് അവരുടെ സുഹൃത്തുക്കളായിരുന്നു. അതിൽ പ്രധാനിയാണ് സംവിധായകൻ കമൽ. കമലിക്കയായിരുന്നു ഞങ്ങളുടെ ഹംസമെന്ന് ജയറാം സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രണയിക്കുന്നവർക്ക് രഹസ്യമായി കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കമൽ അവർക്ക് താങ്ങും തണലുമായി നിന്നു. എന്നാൽ ഈ സഹായം കാരണം പാർവതിയുടെ അമ്മയ്ക്ക് കമലിനോട് കടുത്ത ദേഷ്യമായി. ശുഭയാത്രയുടെ ഷൂട്ടിംഗ് തീരാറായ സമയം ജയറാം കമലിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കമലിക്ക പ്ലീസ്, ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് എനിക്ക് പാർവതിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവർ അവളെ എന്റെ കൺവട്ടത്ത് നിന്ന് മാറ്റും. അത് കേട്ട കമൽ ഒരു ഓംനിയിൽ അവരെ രണ്ടുപേരെയും കയറ്റി. ഷൂട്ടിംഗ് തീർന്ന ശേഷവും ഒരു ഷോട്ട് എടുക്കാനാണെന്ന് പറഞ്ഞ് അവരെ കറങ്ങാൻ വിട്ടു. ഒന്ന് കറങ്ങിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കമൽ അവരെ യാത്രയാക്കി. എന്നാൽ ഈ രഹസ്യയാത്രയെക്കുറിച്ചും പാർവതിയുടെ അമ്മ അറിഞ്ഞു. അന്നും ജയറാമും പാർവതിയും കാരണം കമലിന് ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വന്നു. ഈ സംഭവങ്ങൾ ജയറാം ഓർത്തെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ കാലത്തെ പ്രണയത്തിന്റെ നിഷ്കളങ്കതയും വികാരങ്ങളും നിറഞ്ഞു നിന്നു. ജയറാം പാർവതി പ്രണയകഥ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളവർക്ക് അതൊരു പുത്തൻ അനുഭവമാണ്. സിനിമയുടെ ലോകത്തിന് പുറത്ത് സാധാരണക്കാരെ പോലെ പ്രണയിച്ച, അതിനുവേണ്ടി കഷ്ടപ്പെട്ട, പ്രതിസന്ധികളെ നേരിട്ട ഒരു പ്രണയകഥ. പല സിനിമാ താരങ്ങളുടെയും ജീവിതത്തിൽ പ്രണയം ഒരു വിഷാദ വിഷയമായി മാറുമ്പോൾ ജയറാമും പാർവതിയും തങ്ങളുടെ ബന്ധം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. മലയാളികളുടെ മനസ്സിൽ ഇവർ ഇന്നും താരദമ്പതികളല്ല, മറിച്ച് പ്രണയത്തിന്റെ മനോഹരമായ ഒരു ഓർമ്മയാണ്. ജയറാം ഈ കഥകൾ പറയുമ്പോഴെല്ലാം അതിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യസന്ധതയും സ്നേഹവും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിനിമയിലെ കഥാപാത്രങ്ങളായി മാത്രമല്ല, ജീവിതത്തിലെ പങ്കാളികളായി ഇവർ ഒന്നിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് നൽകുന്നത് ഒരുപാട് സന്തോഷമാണ്. പ്രണയകാലത്തെ രഹസ്യങ്ങൾ പങ്കുവച്ച് ജയറാമിന്റെ വാക്കുകൾ പഴയകാല ഓർമ്മകളിലേക്ക് ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 20ലേറെ വർഷങ്ങൾക്കിപ്പുറവും ഇവരുടെ പ്രണയം പുതുമയോടെ നിലനിൽക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ജയറാമിന്റെയും പാർവതിയുടെയും ജീവിതം ഒരുപാട് പേർക്ക് ഒരു പാഠമാണ്. അവരുടെ കഥ കേൾക്കുമ്പോൾ പ്രണയത്തിന് പരിധികളില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജയറാമിന്റെയും പാർവതിയുടെയും പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?